നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഒരു വാർത്ത ചെയ്യാൻ വേണ്ടിയിട്ട് 2 ദിവസമായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നു, ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് തിരക്കായിപ്പോയി. പക്ഷെ എന്നാലും ചില സോഷ്യൽ മീഡിയയിലെ ചില ആ വാർത്തയുമായി ബന്ധപ്പെട്ട ചില കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടങ്ങ് ചെയ്തതാണ്. നമ്മുടെ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട മുതുവിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണ നാളിൽ ഒരു അത്തപ്പൂക്കള വിഷയമുണ്ടല്ലോ, ഓപ്പറേഷൻ സിന്ദൂർ. അതൊരു വലിയ വാർത്തയായിട്ടുണ്ട്. ഈ രാജ്യം മൊത്തവും അത് ഒരു വാർത്തയാക്കി തീർത്ത അവിടുത്തെ ഭരണസമിതി, അവർക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇനി പറയാനുള്ളത്, അതുമായി ബന്ധപ്പെട്ട് അവിടെ സുരേഷ് ഗോപി സന്ദർശിക്കുകയുണ്ടായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആ ക്ഷേത്രം സന്ദർശിച്ചു. വലിയ ജനക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആ അത്തപ്പൂക്കളം ഇട്ട കുറച്ച് ചെറുപ്പക്കാരെ പ്രതിയാക്കി, ഒരു 10-25 ചെറുപ്പക്കാരെ. അതിനകത്ത് പ്രധാനമായിട്ട് തോന്നുന്നത് ഒരു പട്ടാളക്കാരനാണ്. ആ പട്ടാളക്കാരന് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന വികാരം എന്തോന്ന് നമുക്ക് പറയേണ്ടതില്ലല്ലോ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ. പട്ടാളക്കാരന് മാത്രമല്ല, പൊതുവേ എല്ലാവർക്കും ഒരു വികാരമുണ്ട്. അന്നേരം പക്ഷേ തീട്ടക്കമ്മി അവിടുത്തെ തീട്ടക്കമ്മി ഭരണസമിതിക്ക് അത് ഒരിക്കലും കാണില്ല. കാര്യം അവർക്ക് തൊട്ടപ്പുറത്തുള്ള കാക്കാമാരുടെ മുന്നിലൊക്കെ പോയി ഇങ്ങനെ കുനിഞ്ഞു നിൽക്കേണ്ട ചില ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു പ്രശ്നമായതും ശാസ്താംകോട്ട പോലീസ് പരാതി കൊടുത്തതും. പോലീസ് വിവരം കെട്ട് വന്നിട്ട് ഇങ്ങനെയുള്ള ചില നിയമ നടപടി എന്നും പറഞ്ഞുകൊണ്ടൊക്കെ കുറേ കോപ്രായങ്ങൾ കാണിച്ചതും. അതിൻ്റെ ഭാഗമായിട്ട് BJPയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധ പ്രകടനമൊക്കെ ശാസ്താംകോട്ട സ്റ്റേഷനിലേക്ക് നടത്തി. അനൂപ് ആൻ്റണിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. വലിയൊരു പരിപാടിയാണ്. ഇതിനൊക്കെ അവസരം കൊടുത്ത ഈ ഭരണസമിതി ഉണ്ടല്ലോ, അവന്മാരെ സത്യം പറഞ്ഞാൽ കാണുവാണെങ്കിൽ ഒന്ന് കൈകൂപ്പി ഒരു നന്ദി അറിയിക്കണമെന്നുണ്ട്. കാര്യം ഇവിടുത്തെ ജനങ്ങൾ ഇതേപോലെയുള്ള ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. BJP അഥവാ RSS പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും സത്യമാണ്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് ഇവിടുത്തെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെ ആൾക്കാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഇതിൽ നിന്നും BJPക്കും RSSനും അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഓരോ ദിവസം കഴിയും തോറും കേരളത്തിൽ വളർച്ച കൂടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ കുറയുന്നതായിട്ട് യാതൊരു ഒരു ഇതും നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോൾ ഇതിനെ ചൊല്ലി സുരേഷ് ഗോപി വരുന്നു, ഇങ്ങനെ വലിയൊരു വാർത്തയാവുന്നു. പക്ഷേ ഈ ഫേസ്ബുക്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ, അതുപോലെ തന്നെ ഈ അത്തപ്പൂക്കള വിഷയം ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ഇടുമ്പോൾ ചില ഇതിന് വേണ്ടിയിട്ട് ചില തീട്ടക്കമ്മികൾ, ചില ജിഹാദി ടീമുകൾ വന്നിട്ട് അങ്ങനെ ന്യായീകരിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താ പറയണ്ട, പോലീസ് ആ നടപടി എടുക്കണം. ഒരു നാട്ടിൽ കലാപം അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ RSS ശ്രമിക്കുന്നു, മതം, അമ്പലം. ഈ ക്ഷേത്രത്തിൻ്റെ അമ്പലത്തിൻ്റെയൊക്കെ കാര്യം വരുമ്പോൾ പിന്നെ RSS അല്ലാതെ പിന്നെ മഹല്ല് കമ്മിറ്റിന്നോ അല്ലെങ്കിൽ പറയുന്നത് തീട്ടക്കമ്മികൾ ഓഫീസിൽ ആരെങ്കിലും വരുമോ? ഇവിടുത്തെ ശബരിമലയിലെ ഒരു പ്രശ്നം വന്നപ്പോഴും ഇവിടുത്തെ ക്ഷേത്രങ്ങളിലെ നിരവധി പ്രശ്നങ്ങൾ വന്നപ്പോഴും ഒക്കെ ഇത് ഇടപെടുന്നത് ഇവിടുത്തെ RSSകാരാണ്. അല്ലാതെ ഇവിടുത്തെ വേറൊരു പൂ മോമാരും ഇടപെടത്തില്ല, ഇവിടുത്തെ ഒരു കമ്മി മോമാരും ഇടപെടത്തില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അന്നേരം ഇതിന് മുന്നോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയണ്ട ഈ പാരമ്പര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ സംഘപരിവാർ പ്രശ്നങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ അവകാശമുണ്ട്. നിനക്കൊക്കെ വന്നിട്ട് ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ഊമ്പാനല്ല പറ്റുമല്ല, വേറെ ഒന്നും പറ്റത്തില്ലല്ലേ. അതുകൊണ്ട് നീയൊക്കെ അതിൻ്റെ പാടുന്നൊക്കെ പോടാ പുല്ലുകളെ. നമ്മൾ ഇനിയും ക്ഷേത്രത്തിൽ അത്തപ്പൂക്കളെ വിടും, ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി പറയും, നാഷണലിസ്റ്റ് വാല്യൂ ഉള്ള കാര്യങ്ങൾ സംസാരിക്കും, ഈ ഭാരതത്തെപ്പറ്റി പറയും, ക്ഷേത്രങ്ങളെപ്പറ്റിയും ഹൈന്ദവതയെപ്പറ്റിയും ഇവിടുത്തെ സനാതന ധർമ്മത്തെപ്പറ്റിയൊക്കെ ഇനിയും സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവിടുത്തെ ഓരോ RSSകാരനും ഓരോ ദേശീയവാദിക്കും അതിനുള്ള അവകാശമുണ്ട്. നീയൊക്കെ സംസാരിക്കും, ഇതിന് വേണ്ടിയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഇതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കാതെ, ഈ ഒരു പാരമ്പര്യത്തെ അല്ലെങ്കിൽ ഈ ഒരു സനാതന ധർമ്മത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കാതെ ഇതിന് അനുകൂലമായിട്ട് സംസാരിച്ച് നോക്ക്. നിങ്ങൾക്ക് സംസാരിക്കാം, പക്ഷേ നീയൊന്നും അനുകൂലമായിട്ട് സംസാരിച്ച ചരിത്രമില്ല. ഇവിടുത്തെ തീട്ടക്കമ്മികളും DYFIക്കാരും SFIക്കാരും അതുപോലെ തന്നെയുള്ള ജിഹാദി കൂട്ടങ്ങളും നിങ്ങളെല്ലാം ഇവിടുത്തെ ഈ പറയുന്ന ഹൈന്ദവതയെയും ഇവിടുത്തെ ക്ഷേത്രത്തെയൊക്കെ കളിയാക്കി പറഞ്ഞിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ അവരെ പുച്ഛിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നിനക്കൊന്നും ഒരു ഇതുമില്ല, നിൻ്റെ ഒന്നും ഒരു വാക്ക് നമ്മൾ സാധാരണ മൈൻഡ് ചെയ്യാറില്ല, എന്നാലും അങ്ങ് പറയുന്നതാണ് കേട്ടോ. നിനക്കൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യ്. ഓക്കെ, ഇത്രയും പറയണമെന്ന് തോന്നി പറഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു വീഡിയോ ഇനിയും കാണാം. ജയ് ഹിന്ദ്.